+1 ബിസിനസ് സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നും എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നും അതിൽ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പ്രൊഫഷനും എംപ്ലോയ്മെന്റും ബിസിനസ്സുമാണ് പഠിച്ചത്. ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത് ബിസിനസ് എന്താണെന്നും ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ആണ് പഠിച്ചു വെച്ചത്. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു ആ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിനേക്കാൾ കുറിച്ച് പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ പോവുകയാണ്. ലാസ്റ്റ് നിങ്ങൾ പഠിച്ചത് എന്താണ്? ബിസിനസ് ആയിരുന്നു അല്ലെ. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് മീൻസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ബിസിനസ്. വലിയ ഒരു മേഖലയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്? ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രധാനമായും നമ്മൾ ആ ബിസിനസിന്റെ ഡെഫിനിഷൻ എന്ന ടേം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ് കൊമേഴ്സ്. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രി, വ്യവസായം, രണ്ട് കൊമേഴ്സ്, വാണിജ്യം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനാണ്. ജനറലി നമുക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിക്കുന്ന ഞാൻ പറഞ്ഞു. ഒന്ന് ഇൻഡസ്ട്രി, മറ്റൊന്ന് എന്താണ്? കൊമേഴ്സ് ആണ്. ഇനി ഇൻഡസ്ട്രിയെ വീണ്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി, പ്രാഥമിക വ്യവസായം. രണ്ട് സെക്കൻഡറി ഇൻഡസ്ട്രി, ദ്വിതീയ വ്യവസായം. മൂന്ന് ടെർഷറി ഇൻഡസ്ട്രി, തൃതീയ വ്യവസായം. ഇനി കൊമേഴ്സിന്റെ ബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ കൊമേഴ്സിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതിന് രണ്ടായിട്ട് വീണ്ടും ആ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രേഡ്, മറ്റൊന്ന് ഓക്സിലറീസ് ടു ട്രേഡ്. അപ്പൊ ഇതാണ് ജനറലി ഒരു ക്ലാസിഫിക്കേഷൻ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ചോദിച്ചാൽ മനസ്സിലാക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇന്ന് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പഠിക്കുന്നത് ഇൻഡസ്ട്രിയാണ്. പറഞ്ഞു കഴിഞ്ഞു. ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. എന്താ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒരു ഭാഗമാണ് വ്യവസായം. അവിടെ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിന്റെയും ഗുഡ്സിന്റെയും സാധനങ്ങളുടെയും മറ്റു വിഭവങ്ങളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിസിനസിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ്, ബിസിനസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രി അഥവാ വ്യവസായം. നിങ്ങൾ കേട്ടുണ്ടല്ലേ? ധാരാളം വ്യവസായങ്ങളെ പറ്റി നിങ്ങൾ കേട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് വ്യവസായം, ഇൻഡസ്ട്രി. ഇനി ഈ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണുള്ളത്. ഒന്ന് പ്രൈമറി ഇൻഡസ്ട്രി, രണ്ട് സെക്കൻഡറി ഇൻഡസ്ട്രി, മൂന്ന് ടെർഷറി ഇൻഡസ്ട്രി. അതിൽ ഒന്നാമത്തതാണ് പ്രൈമറി ഇൻഡസ്ട്രി. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ആ പദ്യം തന്നെ നമുക്ക് മനസ്സിലാവും. പ്രൈമറി ഇൻഡസ്ട്രിയാണ്, പ്രാഥമികമായ വ്യവസായങ്ങളാണ്. എന്താണ് പ്രാഥമിക വ്യവസായം എന്ന് പറഞ്ഞാൽ? ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആർ കോൾഡ് പ്രൈമറി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി നാച്ചുറൽ എക്സ്ട്രാക്ഷൻ അല്ലെ, എക്സ്ട്രാക്ഷൻ ഓഫ് extraction and production of natural resources from the nature is called primary industry. നമ്മുടെ ഭൂമിയിൽ അല്ലെ, നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കടലിൽ ഒക്കെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വിഭവങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി. ഈ പ്രൈമറി ഇൻഡസ്ട്രിയെ വീണ്ടും എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രീസ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാണത്? ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, രണ്ട് ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസ് രണ്ട് തരത്തിൽ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു.
ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, മറ്റൊന്ന് ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പൊ ഇനി എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? അതും ആ ടേമിൽ തന്നെ കിടക്കുകയാണ് അല്ലെ. പ്രകൃതിജന്യ വ്യവസായങ്ങൾ എന്നാണ്. നമ്മുടെ ഈ പ്രകൃതിയിൽ ധാരാളം വിഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. നമ്മുടെ ഭൂമിക്കടിയിൽ ഒക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളെല്ലാം നമ്മൾ ഖനനം ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചെടുത്ത് നമ്മൾ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് മറ്റ് വ്യവസായങ്ങളിലേക്ക് ആ വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യവസായങ്ങളെ വിളിക്കുന്നവരാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഇപ്പൊ എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ or collection of useful materials from the earth and sea are termed as extractive industry. അല്ലെ, സമുദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ ഉപയോഗപ്രദമായ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ വിഭവങ്ങൾ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യപ്പെടുത്തെടുക്കുന്ന വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഇപ്പം നമ്മളിപ്പോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്താണെന്ന് പഠിച്ചു അല്ലെ. പ്രകൃതിയിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കുന്ന വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന് ധാരാളം എക്സാമ്പിളുകളുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിളുകൾ? ഒന്ന് മൈനിങ്, ഖനന വ്യവസായം. 2 ഫിഷിംഗ്, മത്സ്യബന്ധന വ്യവസായം. 3 ഫാമിംഗ്, കൃഷി. 4 ലംബറിംഗ്, തടി വ്യവസായം. 5 ഹണ്ടിങ്, വേട്ടയാടൽ. 6 കോറിയിങ്, പാറമടകൾ. ഇതെല്ലാം എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. ഇനി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് ആർ ഐദർ ഡയറക്ട്ലി കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ് ബൈ അതർ ഇൻഡസ്ട്രീസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോലെ വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായങ്ങളിലേക്ക് ഈ എക്സ്ട്രാക്റ്റീവ് വ്യവസായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന വ്യവസായങ്ങളിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യവസായങ്ങളിലെ ഫൈനൽ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ചില വിഭവങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വ്യവസായങ്ങളാണ് ഏത് വ്യവസായത്തിലുള്ളത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിലുള്ളത്. അപ്പൊ ഇതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രീസിലെ ആദ്യത്തെ പഠിച്ചു. ഏതാണ് പഠിച്ചത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. രണ്ടാമത്താണ് ജനറ്റിക് ഇൻഡസ്ട്രി അഥവാ ജനിതക വ്യവസായം. നിങ്ങൾക്കറിയാം അല്ലെ, ജനിതക വ്യവസായം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ജനിതക വ്യവസായം എന്താണ്? ജനിതക വ്യവസായം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദി റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അല്ലെ, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പുനരുത്പാദനവുമായി ബന്ധപ്പെട്ട റീപ്രൊഡക്ഷനും മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെ വിളിക്കുന്നതാണ് ഏത്? ജനിതക വ്യവസായം അഥവാ ജനറ്റിക് ഇൻഡസ്ട്രി. ധാരാളം ഉദാഹരണങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ വീട്ടിൽ ചെടിയൊക്കെ നടണമെങ്കിൽ നിങ്ങൾ എവിടെ പോകും? നിങ്ങളുടെ തൊട്ടടുത്തുള്ള നഴ്സറി, പ്ലാന്റ് നഴ്സറി അല്ലെ. സസ്യങ്ങളുടെയൊക്കെ തൈകൾ കിട്ടുന്ന നഴ്സറി, പ്ലാന്റ് നഴ്സറി ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. 2 പോൾട്രി ഫാംസ്, കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ വ്യവസായം. കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, കന്നുകാലി വളർത്തൽ വ്യവസായം. ഫിഷ് ഹാർച്ചറി, മീൻ വളർത്തൽ വ്യവസായം. ഇതെല്ലാം ഏത് വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്? അതായത് നമ്മുടെ ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിളുകളാണ്. നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസ് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. എന്താ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? ദ്വിതീയ വ്യവസായങ്ങൾ. എന്താ ദ്വിതീയ വ്യവസായം എന്ന് പറഞ്ഞാൽ? പ്രാഥമിക വ്യവസായം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ പ്രാഥമികമായി ഇതംപ്രദമായി നമ്മൾ കണ്ടെത്തുന്ന വ്യവസായങ്ങളാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആകുമ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായങ്ങളെയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇൻഡസ്ട്രീസ് വിച്ച് ആർ കൺസ്യൂംഡ് or concerned with using the materials which have already been produced at the primary stage. പ്രൈമറി സ്റ്റേജിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ വിഭവം ചെയ്തെടുക്കുന്ന കണ്ടെത്തുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായത്തെ വിളിക്കുന്നവരാണ് സെക്കൻഡറി ഇൻഡസ്ട്രി അഥവാ ദ്വിതീയ വ്യവസായങ്ങൾ. എക്സാമ്പിൾ ധാരാളം ഉണ്ടല്ലേ. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് പറയാം? നമ്മൾ ഈ ഇരുമ്പയിര്, അയൺ ഓറിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു? സ്റ്റീൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇരുമ്പയിര് ഉരുക്ക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് എന്ത് വ്യവസായത്തിന് ഉദാഹരണമാണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസിന് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്താണെന്ന് പഠിച്ചു. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രീസും പ്രൈമറി ഇൻഡസ്ട്രീസിനെ പോലെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഏതൊക്കെയാണ് ഈ സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ?
രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, രണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഉൽപാദക വ്യവസായങ്ങൾ. രണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, നിർമ്മാണ വ്യവസായങ്ങൾ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്തായിരിക്കും? അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? ആ ടേമിൽ തന്നെ കിടക്കുകയാണ് അല്ലെ, നിർമ്മാണ വ്യവസായങ്ങൾ. അപ്പൊ അവിടെ നിർമ്മിക്കുകയാണ്. ചില റോ മെറ്റീരിയൽസ് നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്ന് കണ്ടെത്തുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന, പരിവർത്തനം ചെയ്തെടുക്കുന്ന, ഫോം മാറ്റിയെടുക്കുന്ന വ്യവസായങ്ങളെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ദീസ് ആർ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അസംസ്കൃത വസ്തുക്കൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന വ്യവസായങ്ങളെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അഥവാ നിർമ്മാണ വ്യവസായങ്ങൾ. ഉദാഹരണം ഉണ്ടല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉദാഹരണം ഇനി ഉണ്ടെന്താ? കോട്ടൺ ഇൻറ്റു ടെക്സ്റ്റൈൽസ്. നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് ടെക്സ്റ്റൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ടിംബർ ഇൻറ്റു ഫർണിച്ചർ, തടി ഉപയോഗിച്ച് നമ്മൾ ഫർണിച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ നമ്മൾ മറ്റ് അതിന്റെ ഫോമുകൾ, അതിന്റെ ഷേപ്പുകളൊക്കെ മാറ്റി പല പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഫൈനൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായത്തെ വിളിക്കുന്ന പേരാണ് ഏത്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രത്യേകത ചോദിച്ചാൽ പറയേണ്ടത് എന്താണ്? അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേ ചേഞ്ച് ദി ഫോം ഓഫ് ഗുഡ്സ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ഫോം അത് മാറ്റിയെടുക്കുകയാണ്, ഷേപ്പ് മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു? ഫോം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വ്യവസായങ്ങളാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. അവർ ധാരാളം ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൺസ്യൂമർ ഗുഡ്സ്, പ്രൊഡ്യൂസർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. അപ്പൊ നമുക്ക് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി അറിയേണ്ടത്. ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് 4 തരത്തിലുണ്ട്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഈസ് അഗൈൻ classified into 4 types of industries. ഏതൊക്കെയാണ് ആ 4 types? ഒന്ന് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, 2 സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, 3 പ്രോസസിംഗ് ഇൻഡസ്ട്രി, 4 അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ദീസ് ആർ ദി 4 ക്ലാസിഫിക്കേഷൻ ഓഫ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ഇനി അത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി പോകാം, അത് എളുപ്പമാണ്. ഒന്നാമത്തെ എന്താണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയാണ്. ഇതെല്ലാം മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, ഒന്നാമത്തെ ടൈപ്പാണ് ഏത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. എന്താണ് അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ? അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ആ ടേമിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. ദിസ് ഇൻഡസ്ട്രി അനലൈസസ് ആൻഡ് സെപ്പറേറ്റ്സ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽ അല്ലെ. അനലൈസ് ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു, അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നു. പല ഘടകങ്ങളെ അപഗ്രഥിച്ച് വേർതിരിച്ച് പിന്നെ ഫൈനൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായത്തെ വിളിക്കുന്നവരാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. എക്സാമ്പിൾ എന്താണ്? ഓയിൽ റിഫൈനറി, എണ്ണ ശുദ്ധീകരണശാലയൊക്കെ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തേതാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയാണ്. സിന്തറ്റിക്കലിന്റെ മലയാള മീനിങ് എന്താണ്? കൃത്രിമപരമായ വ്യവസായങ്ങൾ. എന്താണ് അപ്പൊ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? ദിസ് ഇൻഡസ്ട്രി കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ് അല്ലെ. പലതരത്തിലുള്ള ഘടകങ്ങൾ സംയോജിപ്പിച്ച് പുതിയൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ വിളിക്കുന്നവരാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. എക്സാമ്പിൾ എന്താണ്? സിമെന്റ് ഇൻഡസ്ട്രി, സിമെന്റ് വ്യവസായം. അപ്പൊ സിമെന്റ് വ്യവസായത്തിൽ പല ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല ഇൻഗ്രീഡിയൻസ് ചേരുന്നതാണ് സിമെന്റ് വ്യവസായം. എന്തൊക്കെയാണ്? ലൈം ഉപയോഗിക്കുന്നുണ്ട്, സിലിക്ക ഉപയോഗിക്കുന്നുണ്ട്, മഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് എന്ത്? സിമെന്റ് വ്യവസായം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ എന്താണ്? പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ്. എന്താ പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? പ്രക്രിയാപരമായ വ്യവസായങ്ങൾ അല്ലെ. പല ഘടകങ്ങളിലൂടെ, പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഫൈനൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വ്യവസായമാണ് ഈ പ്രോസസിംഗ് ഇൻഡസ്ട്രി. ദീസ് ഇൻഡസ്ട്രീസ് ഇൻവോൾവ്സ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി പല കടമ്പകളിലൂടെ അല്ലെങ്കിൽ പല സ്റ്റേജുകളിലൂടെ, പല സക്സസീവ് ഘട്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കൂ. അത്തരം മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെ വിളിക്കുന്നവരാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. എന്താണ് എക്സാമ്പിളുകൾ? ഷുഗർ ഇൻഡസ്ട്രി, പഞ്ചസാര വ്യവസായം, പേപ്പർ ഇൻഡസ്ട്രി, കടലാസ് നിർമ്മാണ വ്യവസായങ്ങളൊക്കെ ഈ പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിളുകളാണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷനിൽ നാലാമത്തതാണ്
അസംബ്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ആ ടൈമിൽ തന്നെ നടക്കണം, അസംബിൾ ചെയ്യുകയാണ് അല്ലെ. പല പാർട്സുകളെ നമ്മൾ അസംബിൾ ചെയ്ത് ഒരു ഫൈനൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ എന്താണ് ഇതിനെന്ത് പറയാം നമുക്ക്? ദിസ് ഇൻഡസ്ട്രി അസംബിൾസ് ഡിഫറന്റ് കോമ്പോണന്റ്സ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. പല ഘടകങ്ങൾ, പല കോമ്പോണൻസുകൾ പുതിയൊരു ഉൽപ്പന്നമാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന വ്യവസായത്തെ വിളിക്കുന്നവരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ധാരാളം എക്സാമ്പിൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഒന്ന്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, ടെലിവിഷൻ ഇൻഡസ്ട്രി, കാർ വ്യവസായം. ഇതെല്ലാം ഏത് എക്സാമ്പിളിന് ഉദാഹരണമാണ്? നമ്മുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലെ അസംബ്ലിംഗ് ഇൻഡസ്ട്രീസിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് എന്താണ്? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആണ്. അപ്പം സെക്കൻഡറി ഇൻഡസ്ട്രീസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, രണ്ടാമത്തതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. എന്താണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? നിർമ്മാണ വ്യവസായങ്ങൾ എന്നാണ്. ആ ടേമിൽ തന്നെ കിടപ്പുണ്ട്. ഇൻഡസ്ട്രീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ഡാംസ്, ബ്രിഡ്ജ്, കനാൽസ്, ടണൽസ് എക്സെട്ര ആർ കോൾഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. റോഡുകളുടെ, കനാലുകളുടെ, പാലങ്ങളുടെ, തുരങ്കങ്ങളുടെ തുടങ്ങിയവയെ ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീസിന്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് തേർഡ് വൺ. ടെർഷറി ഇൻഡസ്ട്രീസ് ആണ്, തൃതീയ വ്യവസായങ്ങൾ. ഇപ്പോൾ പ്രാഥമിക വ്യവസായം പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ദ്വിതീയ വ്യവസായം, ടെർഷറി ഇൻഡസ്ട്രീസ് തൃതീയ വ്യവസായം. എന്താണ് തൃതീയ വ്യവസായം എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ഇൻഡസ്ട്രീസ് വിച്ച് ഗീവ് സപ്പോർട്ട് സർവീസസ് ടു ദി primary industries and secondary industries, and it also include a form of commerce or trade services. അപ്പം പ്രാഥമിക വ്യവസായത്തെയും ദ്വിതീയ വ്യവസായത്തെയും സഹായിക്കുന്ന വ്യവസായ മേഖലയെ വിളിക്കുന്ന പേരാണ് തൃതീയ വ്യവസായം അഥവാ ടെർഷറി ഇൻഡസ്ട്രീസ്. അത് കൊമേഴ്സിന്റെ ഒരു ഭാഗവും അതിനകത്ത് ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ട്രേഡും അതിന്റെ ഓക്സിലറീസ് ടു ട്രേഡിന്റെ ഘടകങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഏത്? ഈ ടെർഷറി ഇൻഡസ്ട്രീസ്. പ്രാഥമിക വ്യവസായങ്ങളും അതുപോലെ തന്നെ സെക്കൻഡറി ദ്വിതീയ വ്യവസായങ്ങളിലൊക്കെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ചില സേവന മേഖലകൾ കൂടിയേ തീരും. ആ സേവന മേഖലകളാണ് ഈ ടെർഷറി ഇൻഡസ്ട്രീസിൽ വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലെ. ഒന്ന് ട്രാൻസ്പോർട്ട്, ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, പാക്കേജിംഗ്, അഡ്വർടൈസ്മെന്റ്. ഇതെല്ലാം ടെർഷറി ഇൻഡസ്ട്രീസിന് എക്സാമ്പിളുകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ വലിയ വിശാലമായ ടോപ്പിക്കാണ് പഠിച്ചത്. പരീക്ഷയ്ക്കൊക്കെ വളരെ കൂടുതൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രിയാണ്, രണ്ട് കൊമേഴ്സ് ആണ്. അതിൽ നമ്മൾ ഇൻഡസ്ട്രിയാണ് ഇന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയാൽ എങ്ങനെ പറയാം? ഇൻഡസ്ട്രീസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ ഹെഡ്. നമ്പർ 1 പ്രൈമറി ഇൻഡസ്ട്രി, നമ്പർ 2 സെക്കൻഡറി ഇൻഡസ്ട്രി, നമ്പർ 3 ടെർഷറി ഇൻഡസ്ട്രി. അതിൽ പ്രൈമറി ഇൻഡസ്ട്രീസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും ജനറ്റിക് ഇൻഡസ്ട്രീസും. സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, രണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അപ്പൊ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് മനസ്സിലാക്കിയത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ ഒരു അസൈൻമെന്റ് കൂടി നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളുടെ ബന്ധപ്പെട്ട നിങ്ങളെ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് പരീക്ഷയ്ക്ക് പല കൊല്ലങ്ങളിൽ ചോദിച്ച ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്തത്. എസ്എ ആയിട്ട് പോലും, 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പോലും, അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അസൈൻമെന്റ് ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്. ബിസിനസ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. The term business is concerned with production of goods and services. Identify the term referred above and also explain its classification. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു ഭാഗം സാധനങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെയാണ്. സാധനങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പദം ഏത്? അതിന്റെ വിവിധ ക്ലാസിഫിക്കേഷനുകൾ, അതിന്റെ വിവിധ ടൈപ്പുകൾ എഴുതി വിശദീകരിക്കാനാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ ഇത് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി കാണും. അതിനെ ആസ്പദമാക്കി ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ടീച്ചർക്ക്, ബന്ധപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.